അങ്ങയുടെ പാതയിൽ തന്നെ പതിഞ്ഞു. എൻ്റെ പാദങ്ങൾ വഴുതിയില്ല. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. ദൈവമേ, അങ്ങ് എനിക്കുത്തരമരുളും. സങ്കീർത്തനങ്ങൾ. കേരളത്തിന്റെ അനുഗ്രഹീതമായ ജൈവസമ്പന്നതയിൽ ഇവിടെ കടന്നുവരുന്ന സഞ്ചാരികളെയും നമ്മെ തന്നെയും ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നവയാണ് അതിമനോഹരങ്ങളും വ്യത്യസ്തങ്ങളുമായ പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും. നമ്മുടെ തനതായ സസ്യജാലങ്ങൾക്ക് പുറമെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചേകിയ ഈ സവിശേഷമായ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മറ്റനവധി സസ്യജാലങ്ങൾ മറ്റു നാടുകളിൽ നിന്നും ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാടിൻ്റെ ജൈവവൈവിധ്യവും മനോഹാരിതയും അനുദിനം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരിൽ കാർഷിക നഴ്സറികൾ സവിശേഷമായ സ്ഥാനമർഹിക്കുന്നു. ഇവരിലൂടെ വിദേശത്തു നിന്നും കേരളത്തിന് പുറത്തുനിന്നും മറ്റുമായി നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിട്ടുള്ള ഒട്ടനവധി പുഷ്പ ഫലസസ്യങ്ങൾ ഇന്ന് ഈ നാട്ടിലുണ്ട്. ഇത്തരത്തിൽ മാതൃകാപരമായി നമുക്കിടയിൽ പ്രവർത്തിക്കുന്ന ഏറെ കാർഷിക നഴ്സറികളുണ്ട്. പ്രവർത്തനങ്ങളും വൈവിധ്യവും കൊണ്ട് ഇന്ന് കേരളത്തിൽ മുൻനിരയിലുള്ള പതിറ്റാണ്ടുകളായി സ്തുത്യർഹമായി സേവനം ചെയ്യുന്ന ഒരു നഴ്സറിയാണ് വയനാട് ജില്ലയിലെ അമ്പലവയലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന തറപ്പേൽ കാർഷിക നഴ്സറി. ആദ്യമായി ഈ നഴ്സറിയിലേക്ക് കടന്നുവരുന്ന ഒരാൾക്ക് ആശ്ചര്യം തോന്നുമാറ് വിശാലമായും മനോഹരമായും പലവിധ സസ്യജാലങ്ങൾ ഇവിടെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒരു ഫ്ലവർ ഷോയിൽ എത്തിയതുപോലെയാണ് ആർക്കും അനുഭവപ്പെടുക. പരിചിതമായ പുഷ്പഫല സസ്യങ്ങളുടെ ദുർലഭങ്ങളായ ഇനങ്ങൾ മുതൽ കേരളത്തിൽ ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ലാത്ത പൂച്ചെടികളുടെയും ഫലവൃക്ഷങ്ങളുടെയും വിപുലമായ ശേഖരം വരെ ഇവിടെയുണ്ട്. ഈ പ്രശാന്തമായ അന്തരീക്ഷത്തിലേക്ക് കടന്നുവരുമ്പോൾ ശ്രദ്ധേയമായ മറ്റു ചില കാര്യങ്ങളുമുണ്ട്. ഒന്നാമതായി, നഴ്സറിയിൽ ഉടനീളം ദൈവവചനങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഏക്കർ കണക്കിന് വിശാലമായ ഈ നഴ്സറി പരിസരത്ത് എവിടെ നിന്നാലും മനോഹരമായ ഭക്തിഗാനങ്ങൾ ഇടതടവില്ലാതെ കേൾക്കാനുമാവും. ഇവ തറപ്പേൽ നഴ്സറിയുടെ ഉടമസ്ഥനായ തറപ്പേൽ ജോൺ എന്ന വ്യക്തിയുടെ ശക്തമായ ആത്മീയ ബോധ്യങ്ങളിലേക്കുള്ള ചൂണ്ടുപലകകളാണ്. ചെറിയ നിലയിൽ തുടങ്ങി ഇന്ന് വലിയ നിലയിൽ നിൽക്കുന്ന ഒരു നഴ്സറിയാണിത്. ഇവിടെ ചെടികൾ, ഫ്രൂട്ട്സ് മുതൽ ഒരുപാട് വൈവിധ്യമുള്ള സാധനങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെയുള്ള കൃഷി രീതികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തൊക്കെ ചെടികളാണ് ഇവിടെ ഉള്ളത്? പൂച്ചെടികൾ മാത്രമാണോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തോ, അങ്ങനെ എന്തൊക്കെ സാധനങ്ങളാണ് ഇവിടെ നഴ്സറിയിലുള്ളത്? അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ ഒരു പ്രവർത്തന രീതി എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്നൊന്ന് പറയാമോ? 30 വർഷത്തോളം ഞാൻ നഴ്സറി തുടങ്ങിയിട്ട്. ഇതിൽ ആദ്യം വളരെ ചെറിയ രീതിയിലാണ് തുടങ്ങി. ഇപ്പം നല്ല ഒരുമാതിരി എല്ലാ സ്ഥലത്തേക്കും ഞങ്ങൾ ചെടികൾ അയക്കുന്നുണ്ട്. പിന്നെ ഒത്തിരിയേറെ പണിക്കാരുണ്ട്. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു. എല്ലാ ഇത് ഓർക്കിഡ്, ആന്തൂറിയം, പിന്നെ മറ്റുള്ള പൂച്ചെടികൾ, പഴവർഗ്ഗ ചെടികൾ, അല്ല കാർഷിക ആവശ്യത്തിനായ എല്ലാ വെറൈറ്റി ചെടികളും
ഞങ്ങൾ ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കാതെ എല്ലാ സാധനങ്ങളും variety കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ പഴവർഗ്ഗങ്ങൾ വയനാടൻ കാലാവസ്ഥയ്ക്ക് പറ്റിയതാണ് ഞങ്ങളിവിടെ കൂടുതൽ ചെയ്യുന്നത്. ഞങ്ങൾ കയറി വന്നപ്പോൾ ആദ്യം ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്, വചനം എഴുതി വെച്ചിരിക്കുന്നു. വചനം വായിച്ചിട്ടാണ് ജോണേട്ടൻ്റെ നഴ്സറിയിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. പിന്നീട് നഴ്സറിയുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ കേൾക്കുന്നത് ഫുൾ ടൈം നിൽക്കുന്ന സമയങ്ങളിൽ മുഴുവനും ഭക്തിഗാനങ്ങൾ, ഈശ്വരഗാനങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ പിന്നിലൊരു ആത്മീയതയുടെ പ്രത്യേക കാഴ്ചപ്പാടുണ്ടോ? ഉണ്ട്. എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിച്ചതിന് ശേഷമാണ് ചെയ്യാറുള്ളത്. ഇപ്പോൾ കുറഞ്ഞ ഒരു 10 വർഷക്കാലമായിട്ട് എല്ലാ കാര്യങ്ങളും, എന്ത് കാര്യം ചെയ്യാൻ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി ഒന്നെങ്കിൽ ഇടവപ്പള്ളിയിലെ വികാരിയച്ഛനോട് ചോദിക്കും, ആദ്യം വീട്ടിലാലോചിക്കും, കഴിഞ്ഞ് അച്ഛനോട് അഭിപ്രായം ചോദിക്കും. അച്ഛന് പറ്റാത്താണെങ്കിൽ അത് വേറെ അച്ഛനേക്കാൾ കൂടിയ പ്രാർത്ഥന ഇതുമായിട്ട് ബന്ധപ്പെട്ട അവരോട് ചോദിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമേ ചെയ്യാറുള്ളൂ. പിന്നെ പാട്ട് ഞങ്ങൾ ഫുൾ ടൈം ഇടുന്നതുകൊണ്ട് ഇവിടെയുള്ള ജോലിക്കാർക്ക് എല്ലാവർക്കും പാട്ട് വളരെ ഇഷ്ടമാണ്. പിന്നെ മറ്റുള്ള വർത്തമാനങ്ങളൊന്നും പറയാൻ ഇതില്ല. വരുന്നവർക്ക് ഒത്തിരി ആൾക്കാർക്ക്, ഒരു 80% ആൾക്കാർക്കും പാട്ട് ദൈവിക ഭക്തിഗാനങ്ങളാണ്. അപ്പോൾ അത് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ജോണേട്ടൻ ആദ്യകാലം മുതൽ കർഷകൻ ആയിരുന്നു, കാർഷിക വൃത്തി ചെയ്തിരുന്ന ആളാണ് അല്ലേ? ജോണേട്ടൻ്റെ നഴ്സറി വളരെ ചെറിയൊരു നഴ്സറി ആയിരുന്നപ്പോൾ എനിക്കറിയാം. അവിടെ നിന്നാണ് ജോണേട്ടൻ്റെ വളർച്ചയിലേക്ക് വരുന്നത്. ജോണേട്ടൻ ആദ്യകാലം മുതൽ തന്നെ അൽമേദയിൽ ഉറച്ചു നിന്നിട്ട് കൃഷിയിലേക്ക് വന്ന ആളാണോ, അതെയോ പിന്നീട് SLC ഒക്കെ കഴിഞ്ഞ് PDC ഒക്കെ പഠിക്കുന്ന ആ സമയങ്ങളിലൊന്നും ഇങ്ങനെ ആഴമായ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു ചെറിയൊരു കച്ചവടത്തിലേക്കൊക്കെ പോയി. കച്ചവടം പൊട്ടി, ഒരു 1.5 ഏക്കർ റബ്ബർ തോട്ടമൊക്കെ വിറ്റു. പിന്നെ കുറേ സ്വർണ്ണങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ നഴ്സറി ഫീൽഡിലേക്ക് ഞാൻ തിരിഞ്ഞത്. അന്ന് ആദ്യം ഞങ്ങൾക്ക് നഴ്സറി ഉണ്ട്, അത് കുടുംബത്തിൻ്റെ വകയാണ്. പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നഴ്സറി എനിക്ക് വീട്ടുകാർ വിട്ടു തന്ന് അതിലേക്ക് ഞാൻ പയ്യെ തുടങ്ങുകയായിരുന്നു. ഈ നഴ്സറി തുടങ്ങുന്ന സമയം അൽമേദയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഉള്ള ഒരു നഴ്സറി തുടങ്ങുന്ന ആ കാലഘട്ടത്തിൽ ഇല്ലായിരുന്നു. ഒരു 1-2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെടികളൊക്കെ മുറിച്ച് നടുമ്പോഴൊന്നും നമുക്ക് എല്ലാം പിടിച്ചു കിട്ടുന്നില്ല. പിന്നെ റോസൊന്നും ബഡ് ചെയ്തിട്ട് റെഡി ആകുന്നില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാനൊരു അച്ഛനെ വിളിച്ച് നഴ്സറി ഒന്ന് വെഞ്ചരിപ്പിച്ച്, അച്ഛൻ പറഞ്ഞ് ചെടികൾക്ക് ജീവൻ നൽകുന്ന ജോലി ദൈവത്തിൻ്റെയാണ്, എല്ലാത്തിനും ജീവൻ നൽകുന്ന ദൈവമാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അന്ന് മുതൽ ആ ഇതിൽ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെടികൾ നടുമ്പോൾ 100% ജീവൻ നൽകി ദൈവം പരിപാലിക്കും. ഇപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും 100% വിജയമാണെന്നുള്ള ബോധ്യം തുടങ്ങുന്നത് അവിടെയാണ്. തികച്ചും ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മാത്രം തൻ്റെ പ്രവർത്തനങ്ങളെ എന്നും മുന്നോട്ട് നയിക്കുവാൻ അനുനിമിഷം ശ്രദ്ധിക്കുന്ന രീതിയാണ് തറപ്പേൽ ജോണിൻ്റേത്. ഏതു ചെറിയ തീരുമാനങ്ങൾ പോലും തൻ്റെ വികാരിയച്ഛനോട് അനുവാദം തേടി പ്രാർത്ഥനാപൂർവം മാത്രം കൈക്കൊള്ളുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി മാതൃകാപരമാണ്. തൻ്റെ വിജയത്തിൻ്റെ രഹസ്യവും അതുതന്നെയാണെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. കാർഷിക വൃത്തി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. അതിനേക്കാളും അറിവും ബുദ്ധിമുട്ടുമുള്ള ഒരു മേഖലയാണ് നഴ്സറിയുടെ. കാരണം ഒരു കൃഷിക്കാരൻ്റെ അടിസ്ഥാനപരമായി ഒരുപാട് സഹായിക്കലാണ്, അല്ലെങ്കിൽ അവനേക്കാളും കൂടുതൽ അറിവുകൾ ചെടിയെക്കുറിച്ച്, ചെടിയുടെ ജനനം മുതൽ ഉള്ള ഓരോ ഘട്ടങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതിൻ്റെ അസുഖങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ, ഈ തിരിച്ചറിവുകളെല്ലാം ഉണ്ടാകേണ്ടത് ഒരു നഴ്സറി നടത്തുന്ന ഒരാൾക്കാണ്. അപ്പോൾ ആ ദൈവാശ്രയത്തിൽ നിന്നുകൊണ്ടാണോ ജോണേട്ടന് ഈ നഴ്സറി നടത്തി ഇത്ര വലുതാക്കാനായിട്ട് സാധിച്ചത്, അതെയോ മാനുഷിക ബുദ്ധിയായിരുന്നു? അല്ല, ദൈവത്തിൻ്റെ പ്രത്യേക പരിപാലനമുണ്ട്. ഇതിനകത്തേക്കുള്ള ജോലിക്കാരെ തന്നെ ദൈവം തന്നില്ലെങ്കിൽ നമ്മുടെ കഴിവുകൊണ്ടൊന്നും ഒരു ജോലിക്കാരും ഇവിടെ പിടിച്ചു നിൽക്കില്ല. ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു നഴ്സറി നടത്തുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പരിപാടി തുടങ്ങുന്ന ജോലിക്കാരുടെ ഇതാണ്. പക്ഷെ ഇവിടെ നമുക്ക് ദൈവത്തിൻ്റെ കൃപയാൽ ഇഷ്ടം പോലെ ജോലിക്കാർ, നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടം പോലെ ജോലിക്കാരുണ്ട്. എല്ലാം ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പരിപാലനം കൊണ്ട് മാത്രം നിലനിൽക്കണം എന്ന് എനിക്ക് ഉറച്ച ബോധ്യമുണ്ട്. തീർച്ചയായിട്ടും അത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരുപാട് വർഷങ്ങളായിട്ടുള്ള പഴക്കമുള്ള മുഖങ്ങൾ ഇവിടെ കാണാറുണ്ട് നഴ്സറി കടന്നു വരുമ്പോൾ. അതുപോലെ പലരും വളരെ എളിമയോടെ വരുന്ന ആളുകളോട് വളരെ സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ടും ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട് ഒരു നഴ്സറിയിൽ വരുന്ന ഒരാളെന്ന നിലയിൽ. അപ്പോൾ അതിൻ്റെ പിന്നിലെ ആ ഇടപെടലിൻ്റെ രഹസ്യം ഈ ദൈവിക ഇടപെടലാണ് എന്ന് ജോണേട്ടൻ ഉണ്ട്. അവരെന്നോടും ഇവിടെ വരുന്നവരോടും ഈ സ്ഥാപനത്തോടും നല്ല ആത്മാർത്ഥമായിട്ടുള്ള ഇതാണ്. 5 മണി വയ്ക്കുകയാണെങ്കിൽ ഇവർക്കെല്ലാം പണി നടത്തി പോകാം. പക്ഷേ ആരെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അതിന് ശേഷവും രാത്രി 8 മണി 9 മണി വരെയൊക്കെ ഇവിടെ നിന്ന് ലോഡ് കയറ്റാനും എല്ലാത്തിനും ഇവിടെ പ്രത്യേകമായിട്ട് അവർ സഹകരിക്കുന്നുണ്ട്. അതൊക്കെ ദൈവത്തിൻ്റെ ഇടപെടലെല്ലാം നടക്കില്ല എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട്. ഇപ്പോൾ ഈ നഴ്സറിയിലെ പഴവർഗ്ഗങ്ങൾ പലപ്പോഴും ചെടികൾ വളരെ വെറൈറ്റി കുറച്ച് കാണുന്ന ഒരു നഴ്സറിയാണ് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച്.
എന്തുകൊണ്ടാണ് ജോണേട്ടൻ പഴവർഗ്ഗ ചെടികളുടെ എണ്ണം കുറച്ച് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇനം മാത്രം ഇവിടെ വിപണനം ചെയ്യുന്നതിൻ്റെ കാരണം? പഴവർഗ്ഗ ചെടികൾ കൂടുതലും പുറത്തുനിന്ന് വരുന്നതാണ്. ആന്ധ്ര അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് പഴവർഗ്ഗ ചെടികൾ വരുന്നത്. പിന്നെ ആപ്പിളിൻ്റെയൊക്കെ ചെടികളാണ് പുറം രാജ്യങ്ങളിൽ നിന്ന് പുറം സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതാണ്. അവിടെ നിന്ന് വരുന്ന ചെടികൾ നമുക്കിവിടെ എത്ര കണ്ട് വിജയിക്കുമെന്ന് പറയും. ഇപ്പോൾ ആപ്പിളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ട് വളരെ കുറഞ്ഞ കാലമായുള്ളൂ. എനിക്ക് ഇവിടെ കായ്ക്കുന്ന ഒരു ആപ്പിൾ ചെടിയുണ്ട്. അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ അത് കായ്ച്ച് കാണുന്നില്ല. അതിൻ്റെ ഫലം എത്ര കണ്ട് നമുക്കിവിടെ വിജയിക്കുമെന്ന് നമുക്കറിയില്ല. അതേസമയം ലിച്ചിയൊക്കെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ലിച്ചിയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ കായ്ക്കുന്നുണ്ട്, അമ്പലയിൽ ഫാമിൽ കായ്ക്കുന്നുണ്ട്, നല്ല രീതിയിൽ കായ്ക്കുന്നതുകൊണ്ട് അതൊക്കെ കൊടുക്കാം. സപ്പോട്ട, ലിച്ചി അങ്ങനെയുള്ള ഐറ്റങ്ങൾ, റംബുട്ടാൻ, മാങ്കോസ്റ്റിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ പഴവർഗ്ഗങ്ങളാണെങ്കിലും ആളുകൾക്ക് കൂടുതൽ ഫലം നൽകുന്നത് മാത്രം കൊടുക്കണം എന്നുള്ളതും ഒരാത്മീയതയുടെ നിറവിൽ നിന്നുകൊണ്ടുള്ള തീരുമാനമാണ്. അതെ, നമ്മളെല്ലാം വിറ്റ് ലാഭം മാത്രം നോക്കുന്നില്ല. ഇവിടെ ജനങ്ങൾക്ക് ഉപകരിക്കുന്ന പഴങ്ങൾ മാത്രമേ ഇവിടെ ചെയ്യുന്നുള്ളൂ, കൊടുക്കുന്നുള്ളൂ. അപ്പം ലാഭത്തെക്കാളും അപ്പുറം അത് നമ്മൾ ചെറിയൊരു ലാഭം എടുക്കുന്നുണ്ടെങ്കിൽ മറ്റേ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അതിന് കൂടുതൽ 100% അവർക്ക് അതിൻ്റെ ഗുണം കിട്ടണം. എന്നുവെച്ചാൽ ഇവിടെ കായ്ക്കല്ലാത്തൊരു ചെടി നമ്മൾ കൊടുത്തിട്ട് അതിൻ്റെ ലാഭം മേടിക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഉള്ളത്. ഈ ബോധ്യത്തിലൂടെ പോകുമ്പോൾ ബിസിനസ് കുറയുകയാണോ കൂടുകയാണോ? ഇല്ല, എനിക്കൊരു കുറവൊന്നും തോന്നിയിട്ടില്ല. നമുക്കിവിടെ എടുത്തു കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബിസിനസ് നമ്മളെക്കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരു 10-25 പണിക്കാരും ഞാനും ഭാര്യയൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാൾ കൂടുതൽ ബിസിനസ് ദൈവത്തിൻ്റെ കൃപയാൽ ദൈവവുമായിട്ട് കൂടുതൽ അടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. തറപ്പേൽ നഴ്സറിക്ക് ശ്രദ്ധേയമായ മറ്റൊരു സവിശേഷത കൂടിയുണ്ട്. അതീവ ദുർബലങ്ങളും രോഗകീടബാധകൾക്കുള്ള സാധ്യതകൾ ഏറിയതുമായ സസ്യങ്ങളെയാണ് പരിപാലിക്കുന്നതെങ്കിൽ പോലും കീടനാശിനികളും മറ്റ് രാസവസ്തുക്കളും ഇവിടെ തീരെയും ഉപയോഗിക്കുന്നില്ല. ഇതിനു പിന്നിലും ഇദ്ദേഹത്തിൻ്റെ വ്യക്തമായ ആത്മീയ കാഴ്ചപ്പാടുകൾ തന്നെയാണ്. മറ്റ് പല നഴ്സറികളിലേക്കും കയറി വരുമ്പോൾ ആദ്യം നമുക്ക് അനുഭവപ്പെടുന്നത് ഒന്ന് കീടനാശിനികളുടെ സ്മെല്ല്, അല്ലെങ്കിൽ രാസവളങ്ങളുടെ വലിയൊരു ശേഖരം. ഇതൊക്കെ ഒരു നഴ്സറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണാറുണ്ട്. ഇവിടെ ഇത് രണ്ടും അനുഭവപ്പെടുന്നില്ല. അപ്പം ഒരു ചോദ്യം ഇതാണ്, ഇത്രയും വലിയൊരു നഴ്സറി നടത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ കീടനാശിനിയും രാസവളവും ഇല്ലാതെ ഇതിനെ നടത്തിക്കൊണ്ട് പോകാനായിട്ട് ജോണേട്ടന് നൽകുന്ന ധൈര്യം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്താണ്? നേരത്തെ മുതലേ ജോണേട്ടൻ ഈ ഓർഗാനിക്കായിട്ട് ചെയ്തിരുന്ന ആളാണോ, അത് പിന്നീട് അങ്ങോട്ടെങ്കിലും ഉള്ള ഒരു ബോധ്യത്തിൻ്റെ വെളിച്ചത്തിൽ വന്നതാണോ? ആദ്യകാലങ്ങളിൽ ഒത്തിരിയേറെ കീടനാശിനികൾ വളങ്ങളൊക്കെ ഉപയോഗിക്കലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഭാര്യ പറയായിരുന്നു, നിങ്ങൾ ഇത്രയും കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഒത്തിരിയേറെ വീടുകൾ ഇതിനോട് ചുറ്റുമുണ്ട്. ചേട്ടൻ്റെ വീട് തന്നെ തൊട്ടടുത്തുണ്ട്. പിന്നെ ഈ പരിസരത്തുള്ള ഇവിടുത്തെ ജോലിക്കാർ, അപ്പം അവർക്കൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊക്കെ കർത്താവിൻ്റെ മുമ്പിൽ കണക്ക് പറയണം എന്നുള്ള എപ്പോഴും എന്നെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. അങ്ങനെ വന്നിട്ടും ഞാൻ മരുന്നുകളൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷം ഞാൻ ഒരു ധ്യാനത്തിന് പങ്കെടുത്ത് കഴിഞ്ഞപ്പം അവിടെ കൗൺസിലിങ്ങിന് ചെന്നപ്പം ഇതിനെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പം കൗൺസിലർ പറഞ്ഞു, ഇത്രയും കീടനാശിനികളുടെ ഒന്നും ആവശ്യമില്ല, കർത്താവിൻ്റെ പരിപാലനം അവിടെയുണ്ട്. അതുകൊണ്ട് കീടനാശിനികൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും വളരെ ആവശ്യമായിട്ട് വരുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്തോളും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് കീടനാശിനികൾ ഇപ്പോൾ ഈ 2-3 വർഷക്കാലങ്ങളായിട്ട് വളരെ കുറഞ്ഞ, അതായത് ഒരു വർഷത്തിൽ 2 പ്രാവശ്യത്തിൽ കൂടുതൽ നഴ്സറിയിൽ കീടനാശിനികളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. എന്നിട്ടും ഏറ്റവും നല്ല ഫ്ലവറുകൾ, അതായത് ഫ്ലവർ ഷോയ്ക്കൊക്കെ കൊടുക്കുന്ന ഫ്ലവറുകൾ ഏറ്റവും നല്ലത് ഞങ്ങളുടെ തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതൊരു പുതിയ സംരംഭം തുടങ്ങുമ്പോഴും ഒരു ഷെഡ് പണിതെന്നാൽ അതിനകത്ത് ഒരു ചെടി വെക്കുന്നതിന് മുമ്പ് തന്നെ വൈദികനെ കൊണ്ട് വന്നിട്ട് നല്ല ശക്തമായ രീതിയിൽ വെഞ്ചരിച്ച് ഇതിന് ശേഷമേ ഞങ്ങൾ ഷെഡ് ഉപയോഗിക്കാൻ തുടങ്ങുള്ളൂ. അതുപോലെ ഒരു പുതിയൊരു ഫ്ലവർ ഷോയുടെ പരിപാടിക്ക് അല്ലെങ്കിൽ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് ചെടികൾ നടുന്നതിന് മുമ്പ് വൈദികരെ കൊണ്ടുവന്ന്, എൻ്റെ ഇടവകപ്പള്ളിയിലെ വൈദികനെ കൊണ്ടുവന്ന് വെഞ്ചരിപ്പിച്ച് ഇതിന് ശേഷം മാത്രമാണ് ഞങ്ങളിവിടെ തുടങ്ങുന്നത്. അപ്പോൾ ഒരു രീതിയിലുള്ള കീടങ്ങളും അല്ല രോഗങ്ങളും ഒന്നും നഴ്സറിയെ ബാധിക്കാറില്ല. ഇദ്ദേഹത്തിൻ്റെ ഇടവകയായ ചുള്ളിയോട് സെൻറ്റ് ഫ്രാൻസിസ് അസീസിയുടെ ദേവാലയത്തിൻ്റെ വികാരി ബഹുമാനപ്പെട്ട ബാബു മൂത്തേടത്തച്ഛൻ ഇദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രാർത്ഥനാ സഹായവുമായി ഒപ്പമുണ്ട്. ദൈവത്തോട് ചേർന്ന് നിന്ന് കർഷകൻ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അച്ഛൻ ഊന്നിപ്പറയുന്നു. സഭ വൈദികനിലൂടെ നൽകുന്ന വലിയൊരു അധികാരമാണ് പ്രകൃതി ദുരന്തങ്ങളെ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങളെ, കീടങ്ങളെ
അങ്ങനെ ഓരോന്നിനെയും നിയന്ത്രിക്കാനും വിലക്കാനുമുള്ള അധികാരം സഭ വൈദികനിലൂടെ നൽകുന്നു. അത് യാഥാർത്ഥ്യവുമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അത് ഇന്ന് പലർക്കും ബോധ്യപ്പെടാതെ പോയത്, അല്ലെങ്കിൽ പലരും ബോധപൂർവം മറന്നുപോയിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ എത്രമാത്രം വിശ്വാസത്തോടുകൂടി ഏറ്റെടുക്കുന്നെന്ന് ഞങ്ങൾക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അതിൽ ഇന്ന് ജോണേട്ടൻ വളരെ വ്യത്യസ്ത പുലർത്തുന്ന വ്യക്തിയാണ്. അതിനെ മുഴുവൻ 100% സഭയോട് ചേർന്ന് നിന്ന് ആ തീഷ്ണതയോടുകൂടി ഒരു വൈദികൻ്റെ കൈവെപ്പിനും വെഞ്ചിരിപ്പിനും ഒത്തിരി ശക്തിയുണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി അച്ഛനെ ഇവിടെ കൊണ്ടുവരികയും ഇതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വൈദികൻ്റെ അധികാരത്തോടുള്ള കടന്നുവരവും ഒരു ബ്ലെസ്സിങ്ങും ഇതിൻ്റെ ലഭിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അപ്പോൾ അതിൻ്റെ അച്ഛൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ്, ഏതൊക്കെ ഘട്ടങ്ങളിലാണ് അദ്ദേഹം അച്ഛനെ ഉപയോഗിക്കുന്നത്, ഈ ഇടവകയിലെ വേറെ ആരെങ്കിലുമൊക്കെ അച്ഛനെ ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ടോ, അത് ഇന്ന് മറ്റുള്ളവർക്ക് എത്രമാത്രം പ്രയോജനകരമാകുന്നു എന്നും കൂടി ഒന്ന് വെളിപ്പെടുത്തി തരാം. തീർച്ചയായിട്ടും ഈ മേഖല പൗരോഹിത്യ ജീവിതത്തിൻ്റെ ഒരു ശുശ്രൂഷയുടെ മേഖല തന്നെയാണ്. പൗരോഹിത്യ അധികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം ഒരു പുരോഹിതനിൽ നിക്ഷേപിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ് വാസ്തവത്തിൽ ഈ വെഞ്ചിരിപ്പുകൾ, പ്രത്യേകിച്ച് പ്രകൃതിക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ കൃഷിയിലുണ്ടാകുന്ന കീടരോഗബാധകളൊക്കെ. യേശുവിൻ്റെ നാമത്തിൽ സഭ നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്നുള്ളത്. ആ ഒരു ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്കിവിടെ ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ലഭിക്കാറുണ്ട്. അതൊരു പക്ഷേ ഒരു വൈദ്യൻ എന്ന നിലയ്ക്ക് ഞാൻ ഒരു താല്പര്യമെടുത്ത് അതിൽ ചെയ്യുന്നതിനേക്കാൾ കൂടുതലായി വ്യക്തികൾ എന്നെ സമീപിക്കുന്നതനുസരിച്ചാണ് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എനിക്ക് കൂടുതൽ അവസരം ലഭിച്ചിരിക്കുന്നത്. അതിനൊരു നല്ല ഉദാഹരണമാണ് ജോണിൻ്റെ ഈ നഴ്സറിയിലെ പ്രവർത്തനം. പ്രത്യേകിച്ച് ഇത്രയും വിപുലമായ ഒരു പൂച്ചെടികളുടെ ഒരു വളർച്ചയും അതിൻ്റെ ശുശ്രൂഷയുമൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന സമയങ്ങളിലെ കീടരോഗബാധ ഉണ്ടായാൽ അപ്പോൾ തന്നെ ഒരു ദിവസത്തെ കുർബാന കഴിയുമ്പോൾ ജോൺ ഇങ്ങനെ പറയും എന്നോട്, അച്ഛാ ഒന്ന് നഴ്സറിയിൽ വരെ വരണം, ചില ഭാഗങ്ങളിൽ ഒരു ചെറിയ കേടുപോലെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ പൂപ്പൽ ബാധിച്ചായിട്ട് കാണുന്നുണ്ട്, അച്ഛന് സമയമുണ്ടാകും ഒന്ന് വരാൻ. അത് കഴിയുന്നിടത്തോളം നേരത്തെ തന്നെ വൈകുന്നേരത്തെ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങി നഴ്സറിയിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞ് നഴ്സറിയിലൊക്കെ ഒന്ന് വൃത്തിയായി കഴിഞ്ഞ് വൈകുന്നേരം ജോണിനെയും കുടുംബത്തെയും കൂട്ടി ചേർത്താണ് ആ ശുശ്രൂഷിക്കുക. ജോണിൻ്റെ കുടുംബം മക്കളടക്കം അത് ആ ശുശ്രൂഷയിൽ പങ്കുചേരാറുണ്ട്. ഞങ്ങൾ നഴ്സറിയുടെ ഓഫീസിൽ നിന്നും ആ പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിച്ച് വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന ഈ ഭാഗങ്ങൾ മുഴുവൻ വെഞ്ചരിച്ച് കഴിയുന്നിട വരെ തുടർച്ചയായി തിരി കത്തിച്ചു പിടിച്ച് ജോണും കുടുംബവും എൻ്റെ പിന്നാലെ നടന്ന് ചൊല്ലിക്കൊണ്ടാണ് ഞങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുക. ആ ശുശ്രൂഷ ആവശ്യം വരുന്ന സമയങ്ങളിലെല്ലാം ജോണ് ആ ശുശ്രൂഷ ആവശ്യപ്പെടാറുണ്ട്. അത് ദൈവനാമത്തിൽ നന്നായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കാറുമുണ്ട്. ഇത് ജോണിൻ്റെ മാത്രം അനുഭവമല്ല, ഒരു പക്ഷേ ജോൺ ഇങ്ങനെ ചെയ്യിക്കുന്നുണ്ടെന്ന് കേട്ടതുകൊണ്ടാണ് ഇടവകയിലെ പല കുടുംബങ്ങളിലും അവരുടെ കൃഷിയിടങ്ങൾ വെഞ്ചരിക്കുവാനും അവരുടെ തൊഴുത്ത് വെഞ്ചരിക്കുവാനും അവരുടെ ഭവനങ്ങൾ പ്രത്യേകമായി വെഞ്ചരിക്കാനും ഒക്കെയുള്ള പല സമയത്തും എന്നെ സമീപിക്കാറുണ്ട്. അവിടെയെല്ലാം വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ ശക്തികളൊക്കെ വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുകയും പ്രത്യേകിച്ച് കൃഷിയിടങ്ങളിലെ രോഗബാധകൾ, കീടശല്യങ്ങളെല്ലാം മാറി നിൽക്കുന്നതായിട്ട് വളരെ പ്രത്യക്ഷമായി തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നത്. തീർച്ചയായിട്ടും അതൊരു യേശുവിൽ നിന്ന് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ ഒരു അധികാരം, യേശുവിൻ്റെ നാമം വിളിച്ച് അധികാരത്തിലൂടെ ചെയ്താൽ തീർച്ചയായും അവിടെ അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണമാണ് തറപ്പേൽ ജോണിൻ്റെ നഴ്സറി. അത് അദ്ദേഹം ആ വിശ്വാസത്തോടുകൂടി അതിനെ സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ഒരുമിച്ച് ചേർന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് ആ ശുശ്രൂഷയുടെ ഫലങ്ങൾ വളരെ നന്നായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ വിചാരിക്കും നമ്മുടെ കൃഷി മേഖലകളിലൊക്കെ ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണം നമുക്ക് എപ്പോഴും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് കൃഷി മേഖലയുടെ പരിരക്ഷണം പലപ്പോഴും ഒരു ബിസിനസ് രംഗങ്ങൾ മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണോ ഈ ദൈവത്തിൻ്റെ നിരന്തരമായൊരു പരിപാലന ആ കൃഷി സ്ഥലങ്ങളിൽ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എന്നാണ് എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം. അതുകൊണ്ട് പ്രത്യേകിച്ച് ഈ കൃഷി മേഖലകളൊക്കെ ഇന്ന് കാർഷിക പ്രതിസന്ധികളും തകർച്ചകളുമൊക്കെ അനുഭവപ്പെടുന്ന കാലഘട്ടത്തിൽ എൻ്റെ വ്യക്തിപരമായ ഒരു ഇതിനെക്കുറിച്ചൊരു ബോധ്യം, നമ്മുടെ കൃഷി സ്ഥലങ്ങളെല്ലാം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു വരദാനമാണ്. അവിടെ വിളയിക്കപ്പെടുന്ന ഓരോ ചെടികളും കൃഷികളുമെല്ലാം അതെല്ലാം ദൈവം പ്രത്യേകമായി മനുഷ്യന് വേണ്ടി ഒരുക്കി കൊടുത്തിരിക്കുന്ന അവൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകളാണ്. അവിടേക്കൊക്കെ ദൈവിക സാന്നിധ്യം ഒന്ന് തിരിച്ചറിയുവാനും ദൈവത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാനും പ്രത്യേകിച്ച് ഞങ്ങളുടെ അവസരങ്ങളിലൊക്കെ ആ പ്രദേശങ്ങളൊക്കെ ഒന്ന് വെഞ്ചരിച്ച് ദൈവത്തിൻ്റെ പ്രത്യേകമായ ഒരു കൃപയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടാനുമൊക്കെ ഇടയായാൽ നമ്മുടെ കാർഷിക മേഖലകളെല്ലാം കുറേ കൂടെ സജീവമായി തീരും എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ ബോധ്യം. ആ ഒരു ബോധ്യങ്ങളിലേക്ക് പലരെ നയിക്കുവാൻ ഒരുപക്ഷെ ജോണിനെ പോലുള്ള ആളുകളുടെ ആ ജീവിതാനുഭവങ്ങളുടെ മറ്റു പല വ്യക്തികളെയും ആ മേഖലയിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കാറുണ്ട്. എൻ്റെ ഒരു താല്പര്യം ഈ ആളുകളെല്ലാം ഈ ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷിയിടങ്ങളെല്ലാം ദൈവത്തിൻ്റെ പ്രത്യേകമായ സംരക്ഷണ സ്ഥലങ്ങളാണെന്നുള്ള ആ ചിന്തയോടുകൂടി ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ആ കൃഷികളെല്ലാം
നന്നായി ചെയ്യുവാനായിട്ടുള്ളൊരു പ്രചോദനം എല്ലാവർക്കും ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യവും ആഗ്രഹവും. ജോൺ തറപ്പേൽ നഴ്സറി എന്ന തൻ്റെ സ്ഥാപനത്തിലൂടെ അനുദിനം തിരിച്ചറിയുന്ന ദൈവിക ഇടപെടലുകൾ ചെറുതല്ല. ദൈവത്തോട് സവിശേഷമാം വിധം ചേർന്ന് നിന്ന് നിർവഹിക്കേണ്ട തൻ്റെ ദൗത്യത്തിൽ കർഷകനുണ്ടാകേണ്ട തിരിച്ചറിവുകളെക്കുറിച്ച് ഇദ്ദേഹം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർഷകന്റെ ജയപരാജയങ്ങളെയും നിലനിൽപ്പിനെയും ശക്തമായി സ്വാധീനിക്കത്തക്കതായ സ്ഥാനം അയാളുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ കൊണ്ടെന്ന ബോധ്യവുമാണ് ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത്. ആദ്യകാലങ്ങളിൽ ഞാൻ ഇവിടെ നഴ്സറി തുടങ്ങുന്ന സമയത്ത് നമുക്കിവിടെ ചെടികളൊക്കെ മുറിച്ച് കുത്തുമ്പം വേര് പിടിക്കാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ മാനന്തവാടി പോയിട്ട് ഒരു വിജയനച്ഛൻ എന്ന് പറഞ്ഞൊരു അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്ന് വെഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനാണ് പറഞ്ഞു തന്നത്, ചെടികൾക്ക് ജീവൻ നൽകുന്ന ദൈവമാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് നട്ട് കഴിഞ്ഞാൽ എല്ലാം ശരിയായിക്കൊള്ളുന്നു. അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ച് ചെടികൾ നട്ട് അന്ന് വേര് പിടിക്കാതിരുന്ന ചെടികൾക്ക് ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 100% വേര് പിടിച്ച് കിട്ടുന്നുണ്ട്. അത് ഒരു ചെടികൾ പോലും കംപ്ലൈൻറ്റ് വരാതെ വേര് പിടിച്ച് കിട്ടുന്നുണ്ട്. ആ ചെടികൾക്ക് നമ്മൾ ബാംഗ്ലൂർക്കും മണ്ണുത്തിക്കും എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് ആയിരക്കണക്കിന് ചെടികൾ ഒന്നിച്ച് കയറ്റിവിടാൻ സാധിക്കും. ഈ വേര് പിടിക്കാൻ വിഷമം വന്ന ചെടികൾ സാധാരണഗതിയിൽ വേര് പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചെടികളായിരുന്നു, അതെയോ വളരെ വേഗം വേര് പിടിക്കുന്ന ഇനം ചെടികൾ വേര് പിടിക്കാതെ വന്നതാണോ? വളരെ പെട്ടെന്ന് പിടിക്കുന്നത്, അതായത് 2-3 ദിവസം കൊണ്ടൊക്കെ വേര് പിടിക്കേണ്ട ചെടികളായിരുന്നു ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ ചെടിക്ക് പോലും നമുക്കിവിടെ വേര് വരുന്നില്ലായിരുന്നു. എല്ലാം നമ്മൾ കുത്തിക്കഴിഞ്ഞാൽ വാടിപ്പോന്നു, ഒന്നിനും വേര് പിടിക്കാത്തൊരവസ്ഥയായിരുന്നു. അത് പ്രാർത്ഥിച്ച് അച്ഛൻ വന്ന് വെഞ്ചരിച്ച് കഴിഞ്ഞപ്പോൾ 100% അത് നമുക്ക് എന്താ ദൈവത്തിൻ്റെ ഒരു പരിപാലനം പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ ഈ നിലയിലേക്ക് എത്തിച്ചത് തന്നെ ഈ ചെടികൾ വേര് പിടിപ്പിച്ച് കൊടുക്കുന്ന ഇതിലാണ്. ഒത്തിരി, അതായത് ഇങ്ങനെ ചെറിയ ചെടികളാണെങ്കിൽ 5 രൂപയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു നഴ്സറിക്കാരനല്ല ഒരു പാർട്ടി വന്നെടുക്കുന്ന ആയിരക്കണക്കിന് ചെടികളാണ്. അതിലൂടെ നമുക്ക് ഒത്തിരിയേറെ ലാഭം കിട്ടുകയും പെട്ടെന്ന് 15 ദിവസം കൊണ്ട് നമുക്ക് ആ ചെടികൾ കൊടുക്കാൻ പറ്റുകയും ചെയ്യുന്നു. അത് വലിയൊരു അനുഗ്രഹം. ദൈവത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ പ്രകടമായ ഇടപെടലായിരുന്നു ചെടികൾക്ക് വേര് പിടിപ്പിച്ചത്. എല്ലാ ദിവസവും നിങ്ങളുടെ ജോലി തുടങ്ങുന്നത്? എല്ലാ ദിവസവും ജോലിക്കാരെല്ലാവരും ഒന്നിച്ച് വന്ന് ഞങ്ങളൊരു നല്ലൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ജോലിയിലേക്ക് പ്രവേശിക്കുന്നത്. അത് ആദ്യകാലം മുതലേ അങ്ങനെ തന്നെയാണോ? ഇല്ല, അപ്പോൾ ഞാൻ ആത്മീയയിലേക്ക് വന്നതിന് ശേഷമാണ് അതൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. എല്ലാ മതക്കാരും ഇതിനകത്തുണ്ടാവുമല്ലോ? ഉണ്ട്. എങ്കിലും എല്ലാവരും ഒരുമയോടെ നിന്ന് പ്രാർത്ഥനയിൽ സജീവം. എല്ലാ മതത്തിലുള്ള ആൾക്കാരും ഉണ്ട്. എല്ലാവരും നിന്ന് അവർക്കിഷ്ടമുള്ള രീതിയിൽ അവർ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സ്വർഗ്ഗസ്ഥനായ പിതാവ് എന്ന് പറഞ്ഞ് പറയും പ്രാർത്ഥന ചൊല്ലിയിട്ട് പ്രത്യേക ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയിട്ടാണ് തുടങ്ങുന്നത്. അത് ശരിക്കും ഈ നഴ്സറിയുടെ വളർച്ചയെ നന്നായിട്ട് സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്നേ വരെ ഞങ്ങൾക്കൊരു രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളോ ഒരു ഇഴജന്തുക്കളുടെ ശല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആപത്തോ അപകടമോ ഒന്നും ഇന്നേ വരെ ഒത്തിരിയേറെ മെഷീനുകളും ഒത്തിരിയേറെ ആൾക്കാർ വരികയും ഒത്തിരി വണ്ടികളൊക്കെ വരികയൊക്കെ ചെയ്യുന്നതാണ്. ഇന്നേ വരെ ഇവിടുന്ന് ചെറിയൊരു പോറൽ പോലും വരുത്താൻ ദൈവം അനുവദിച്ചിട്ടില്ല. നൈരാശ്യത്തിൻ്റെയും തകർച്ചയുടെയും പാതയിലൂടെ നീങ്ങുന്ന കേരളത്തിലെ കർഷക സമൂഹത്തിനു മുന്നിൽ തറപ്പേൽ ജോണിൻ്റെ ബോധ്യങ്ങൾ ഏറെ പ്രാധാന്യമർഹിക്കുന്നു. അദ്ദേഹത്തിനുണ്ടായ ദൈവാനുഭവവും ആ ജീവിതത്തിലെയും തൊഴിലിലെയും ദൈവിക ഇടപെടലുകളും മാതൃകയാക്കി കൂടുതൽ ആർജവത്തോടെ ആത്മീയ കാഴ്ചപ്പാടുകളുടെ പിൻബലത്തിൽ കൃഷിയെ സമീപിക്കുവാൻ എല്ലാ കർഷകർക്കും കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.